കഴിഞ്ഞ ദിവസം നടന്നൊരു ഇൻസിഡൻറ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നേക്കണത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അഹമ്മദാബാദിൽ നിന്ന് ഇപ്പോൾ നാട്ടിലോട്ട് വരായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചിങ്ങനെ ഫുഡൊക്കെ പാഴ്സൽ ചെയ്ത് ഞാൻ ട്രെയിനിൽ കഴിക്കാൻ പാകത്തിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവ കഴിഞ്ഞു എന്ന് വെച്ചാൽ ശനിയാഴ്ച ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞായറാഴ്ച ഗോവ എത്തി. അപ്പോൾ ഗോവ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ലഞ്ചിൻ്റെ ടൈം ആയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്നിട്ട് എൻ്റെ ഓരോ പാർസലിൻ്റെ സാധനങ്ങളൊക്കെ തുറന്നു നോക്കിയിട്ട് എന്തൊക്കെയാണ് കഴിക്കാൻ പാകത്തിനുള്ളതെന്ന് വെച്ചാൽ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്യുമായിരുന്നു. ആ നേരത്തെ ഒരു പിച്ചക്കാരൻ ഇങ്ങനെ ഇഴഞ്ഞു വരണ പിച്ചക്കാരനില്ലേ, ആ പുള്ളി വന്നു കേട്ടോ. എന്നുവെച്ചാൽ ആള് ആ ബാക്കിയുള്ള ട്രെയിൻ ഫുള്ളും ഇങ്ങനെ ഇഴഞ്ഞാൽ വന്നേ. അപ്പോൾ ആൾക്കാരുടെ നിന്നൊക്കെ പൈസയൊക്കെ മേടിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ആ സെക്ഷനിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പുള്ളി എൻ്റെ അടുത്തും കൈ കാണിച്ചു. അപ്പം ഞാൻ എൻ്റെ ഫുഡിൽ ഫോക്കസ്ഡ് ആയിരുന്നതുകൊണ്ട് ഞാൻ അധികം മൈൻഡ് ചെയ്തില്ലായിരുന്നു. എന്നിട്ടും ഈ പുള്ളി പോകേണ്ട ഒരു 5 മിനിറ്റിൻ്റെ അടുത്ത് ആൾ അവിടെ തന്നെ നിന്നു. അപ്പോൾ പോവാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഫുഡ് വേണമെന്ന്. അന്ന് ക്യാഷായിട്ട് കൊടുക്കാനായിട്ടൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായില്ല. ഫുഡ് വേണമെങ്കിൽ കൊടുക്കാമെന്ന് വെച്ച് ഫുഡ് വേണമെന്ന് വെച്ചപ്പോൾ ആൾ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബ്രെഡിൻ്റെ ഒരു മറ്റേ അലുമിനിയം ബോക്സിൽ റോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ ഒരു പാക്ക് ഉണ്ടായിരുന്നു. അതങ്ങനെ തന്നെ ആൾക്ക് എടുത്ത് കൊടുത്തു. ആൾ തുറന്നു നോക്കിയിട്ട് അങ്ങനെ തന്നെ അതവിടെ വെച്ചു വേണ്ടാന്ന് പറഞ്ഞിട്ട്. ചോറുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ചോറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ വീണ്ടും ആൾ കൈ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വേറെ ഒന്നുമില്ല, ഇതേ ഉള്ളൂ. അപ്പോൾ ആൾക്കത് പോരാ. എന്നാലും അവിടെ അതിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഒരു തൈരിൻ്റെ മറ്റേ ഐസ്ക്രീമിൻ്റെ ഒക്കെ 10 രൂപയുടെ കപ്പില്ലേ, അങ്ങനത്തെ തൈരിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തൈരാണോ എന്ന് ചോദിച്ചപ്പോൾ തൈരാണെന്ന് പറഞ്ഞപ്പോൾ അതെടുത്ത് കൊടുത്തു. അപ്പോൾ ബ്രെഡിൻ്റെ ബോക്സും ഈ തൈരും കൂടി ഈ പുള്ളി ഇരുന്ന് ഇഴഞ്ഞ് വന്ന മനുഷ്യൻ എടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. ഈ പുള്ളി ഇഴഞ്ഞ് വന്ന മനുഷ്യൻ ഈ സാധനം കിട്ടിക്കഴിഞ്ഞപ്പോൾ എണീക്കുന്നു, നേരെ നടക്കുന്നു. അപ്പോൾ പിന്നെ എന്തിനാണോ ഇയാളെ എഴുന്നേഞ്ഞ് വന്നേ? ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല ഇത്രയും നേരം. ഇത് കണ്ടുകൊണ്ടെന്ന് എൻ്റെ കിളി പോയി. കാരണം എനിക്ക് പെട്ടെന്ന് ഞാൻ ശരിക്കും കണ്ടതാണോ എൻ്റെ ഫുഡ് കഴിച്ച ആൾക്ക് മാജിക്കലി സൂപ്പർ പവർ വന്നതാണോ അതോ ആൾ ഫ്രോഡായിരുന്നു എന്താണെന്നൊക്കെ ക്ലിക്ക് ചെയ്യാനായിട്ട് എനിക്ക് കുറച്ച് സെക്കൻഡുകൾ ടൈം എടുത്തു. ഞാനിങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം അപ്പുറത്തെ ക്യാബിനിൽ വേറെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. അവർ ഓൾറെഡി എൻ്റെ ഫുഡിൻ്റെ ഈ സിസ്റ്റം കണ്ടിട്ട് മര്യാദ അറിയാമല്ല ചേച്ചി എന്നും പറഞ്ഞിട്ട് എന്നെ ഇട്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എൻ്റെ കയ്യിൽ അതുമാതിരി ഫുഡിൻ്റെ ഐറ്റംസ് പല പല സെക്ഷനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ സാലഡും അതും ഇതൊക്കെ ആയിരുന്നെങ്കിലും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ട്രെയിനിലൊക്കെ നമ്മളെ പറ്റിക്കാനായിട്ട് ഓരോരുത്തരും ഓരോ വേഷം കെട്ടി വരണത്. ആൾക്ക് ഒരു കുഴപ്പമില്ല, നല്ല പയറുമണി പോലെ എന്നെക്കാളും നല്ല പയറുമണിയായിട്ട് നടക്കണം. ആ മനുഷ്യൻ ഇത്രയും ട്രെയിനിൻ്റെ പകുതി മുക്കാൽ ദൂരം ഇഴഞ്ഞ് വന്ന് പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിലും ഓരോരുത്തർ ഓരോ കോലം കൂട്ടി വരണതുണ്ടല്ലോ, അവരെയൊന്നും വിശ്വസിക്കരുത്.